കവിതകൾ, കഥകൾ, ഗാനരചന, ചെറുലേഖനങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സൗമ്യയാണ് ഇന്ന് സ്ത്രീശക്തിയിൽ നമ്മുടെ അതിഥി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത് കല്ലറ ഗവൺമെൻറ് സ്കൂളിലാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +2 മിത്രമല ബോയ്സ് സ്കൂളിലായിരുന്നു. ബോയ്സ് സ്കൂളിൽ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതി തുടങ്ങിയത്. അവിടുത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് എഴുതുമായിരുന്നു. കഥ, കവിത, നോവൽ ഇങ്ങനെയുള്ളതൊക്കെ എഴുതുമായിരുന്നു. എഴുതി കല്ലറ പ്രേം നൈസാം എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. സാറ് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു അവർക്ക്. ആ മാഗസിനിൽ സ്ഥിരം ഞാൻ എഴുതുന്ന കവിതകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, അതിൽ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ അന്നൊന്നും ഫോണിൻ്റെ ഇതൊന്നും ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒരു ഡയറിയിലാണ് എഴുതി സൂക്ഷിക്കാറുള്ളത്. ഈ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതിന് ശേഷം എഴുത്തെന്ന വഴിയിലോട്ട് എനിക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടം വരുന്നു. കാരണം ആ ഡയറിയിലെല്ലാം എഴുതി സൂക്ഷിച്ച് വെച്ചിരുന്നതുകൊണ്ട്. പിന്നെ എഴുത്തെന്ന് പറഞ്ഞൊരു ചിന്ത പോലും മനസ്സിലിരുന്ന ഞാനിങ്ങനെ എഴുതും എന്ന് പോലും ഉള്ളൊരു ഓർമ്മ പോലും എൻ്റെ മനസ്സിലോട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 8 വർഷത്തിന് മുന്നേ ഞാൻ ഹസ്ബൻഡിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഒരു ഷോപ്പ് ഇട്ടു. കല്ലറ തണ്ണിയം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. അപ്പോൾ അവിടെ ഷോപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ അവിടെ ഇരുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി തുടങ്ങിയതാണ്. ഞാൻ അത് ആദ്യം കൊടുക്കുന്നത് ഞങ്ങൾ കല്ലറക്കാർ എന്ന നവമാധ്യമ കൂട്ടായ്മയിലാണ്. അവരെ FB പേജിലാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് കിട്ടിയത്. ആ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ സ്ഥിരമായിട്ട് എഴുതി തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സിനിമയിൽ ഒരു പാട്ട് എഴുതി കഴിഞ്ഞു, ഇവൾ നീലാംബരി എന്ന് പറയുന്ന സിനിമ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സാഹിത്യ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സാഹിത്യ സംഘടനകളുടെ ആദരവ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി എഴുത്ത് വഴിയിലേക്ക് ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു. ഓർമ്മകളോരോന്നായി വിട ചൊല്ലിയിടവേ നിറമുള്ള കിനാക്കൾ എവിടെയോ മറന്നുവെച്ചു. കാലങ്ങൾ എനിക്കു മുന്നേ നടന്നുപോയെങ്കിലും നീളുമീ പെരുവഴിയിൽ ഞാനേകയായി നിൽപ്പൂ. വിട പറഞ്ഞകലുന്ന കാറ്റിൽ കാർകൂന്തൽ ഇളകിയാടുമ്പോൾ മഴ നീർക്കണം പെയ്യാൻ വിതുമ്പിടുന്നു. തോരാത്ത ദുഃഖത്തിൻ മാരിയിൽ പുൽമേഞ്ഞ മൺകുടിൽ ഇളകിയാടുമ്പോൾ ഇനി സ്വപ്നങ്ങൾ കണ്ടുറങ്ങിടുവാൻ എനിക്കായൊരു മൺകുടിലിനിയില്ല. കാലിൽ ചിലമ്പ് കെട്ടി നൃത്തം ചവിട്ടാൻ എനിക്കായൊരു മുറിയുമിനിയില്ല. കൊഴിയുന്ന ഓർമ്മകളിൽ വിടരുന്ന ചിന്തകൾ മായക്കാഴ്ചകൾ കാണുവാനെത്തിടുമ്പോൾ ഒരു തിരുനാളമായി ഞാൻ എരിഞ്ഞടങ്ങും. ആദ്യം എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കവിത തന്നെയാണ്. അത് +2 പഠിക്കുന്ന സമയത്ത്. പിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരു മനുഷ്യർ ആരും ഇല്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് എഴുതിയത്. പിന്നെ സാറ് അത് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്കത് ആത്മവിശ്വാസം കൂടിയത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഈ ഡയറിക്ക് കളഞ്ഞു പോയതിന് ശേഷം പിന്നെ ഞാൻ രണ്ടാമത് കടന്നു വന്നപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് എന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അല്ലാതെ ഇപ്പം എൻ്റെ ബന്ധുക്കൾക്ക് പോലും അങ്ങനെ എഴുതും എന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാത്തുള്ളൂ. പക്ഷെ അല്ലാതെ ആരും വലിയൊരു സപ്പോർട്ടായിട്ട് തന്നിട്ടില്ല. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കച്ചവടം എന്നുള്ള ഇതിലോട്ട് പോയത് ഭർത്താവാണ്. ഫസ്റ്റ് കച്ചവടം നമുക്കൊരു കട തുടങ്ങിയാലോ എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത്. അങ്ങനെയാണ് കല്ലറ തണ്ണിയം എന്ന് പറയുന്ന സ്ഥലത്ത് കച്ചവടം തുടങ്ങിയത്. അത് സ്റ്റേഷനറി കടയാണ്. സ്റ്റേഷനറി അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉള്ളൊരു കട തുടങ്ങി. അവിടെ ഒരു 9 വർഷം കട ഉണ്ടായിരുന്നു. ഭർത്താവ് പണിക്ക് പോകും. ഞാൻ തന്നെയാണ് ഫുള്ള് കടയിലോട്ട് തിരിഞ്ഞത്. ഞാൻ തന്നെയാണ് രാവിലെ തൊട്ട് രാത്രി വരെ ഞാനാണ് കടയിൽ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം 8 മാസമായി. അവിടുന്ന് ഒരു മാറ്റം നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് അവിടുന്ന് ഇപ്പം വാമനപുരം അമ്പലമുക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കട സ്റ്റാർട്ട് ചെയ്തു. അതൊരു 9 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ അവിടെ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേഷനറി, പച്ചക്കറി, ചായ, ബേക്കറി അങ്ങനെ എല്ലാം കൂടെ ഒരു ചെറിയ രീതിയിൽ ആണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഏകദേശം ഒരു 10-200 പുറത്ത് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ എല്ലാ കവിതകളും ഞാൻ എൻ്റെ കടയിലിരുന്ന് തന്നെയാണ് എഴുതിയത്. അല്ലാതെ ഇപ്പം വീട്ടിൽ ഇപ്പോൾ രാത്രി എങ്ങനെയായാലും വീട്ടിൽ എത്തുമ്പോൾ രാത്രി 10 മണിയാവും. വീട്ടിൽ വരുമ്പോൾ നല്ല ജോലിയും കൊച്ചുങ്ങളെ കാര്യവും അവരെ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ എൻ്റെ ഫ്രീ ടൈമിൽ വരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറിച്ച് വയ്ക്കുന്നത് എല്ലാം ഞാൻ എഴുതിയ സിനിമാ പാട്ട് പോലും ഈ കടയിലിരുന്ന് തന്നെയാണ് എഴുതിയത്. ഇവിടെ ആയിരുന്നപ്പം തണ്ണിയെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കടയായിരുന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലമുക്കിൽ കട തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് തന്നെയാണ് എഴുതുന്നത്. ഒരു കഥയായാലും കവിതയായാലും എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ശാന്തമായൊരു അന്തരീക്ഷത്തിലോ അങ്ങനെയുള്ള ഒരു കുളിർമയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലോ ഒരിക്കലും ഞാൻ ഒരു എഴുത്ത് പോലും ഞാൻ എഴുതിയിട്ടില്ല. കച്ചവടത്തിൻ്റെ കണക്കു പുസ്തകത്തിൽ മഷിയേറ്റു ഉണങ്ങിപ്പിടിച്ച അക്കങ്ങൾ വെളിച്ചം കാണാതെ കിടന്നിടുമ്പോൾ കാലം കടമെടുത്തൊരാ കണ്ണാടിക്കൂട്ടിലെ നിറമാർന്ന പലഹാരങ്ങൾ എന്നെ നോക്കി ചിരിപ്പൂ. ജീവിതം തുന്നിപ്പിടിക്കുവാൻ രോഗവും മറന്നെങ്ങോ നീന്തിടുമ്പോൾ കൂട്ടിയിട്ടും കൂടാത്ത ചിലവുകൾ വാടക വീടിൻ്റെ പിന്നാമ്പുറത്ത് മയങ്ങിക്കിടപ്പൂ. മഷി കൊണ്ടെഴുതിയ ബാധ്യതകളുടെ കണക്കുകൾ ശ്വാസം മുട്ടിക്കുമ്പോൾ എന്നോടെന്തോ പറയുവാനുള്ളതുപോലെ കനലെരിയും കണ്ണുനീർത്തുള്ളികൾ വാടക വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ തളം കെട്ടിക്കിടപ്പൂ. എണ്ണിത്തിട്ടപ്പെടുത്തുവാനാകാത്ത സങ്കടങ്ങളെ മറവിക്കായി വിട്ടു നൽകി ഞാൻ എൻ്റെ വ്യാപാരശാലയിൽ ദീപം കൊളുത്തിടുമ്പോൾ. അതായത് നമുക്ക് കവിത എന്ന് പറയുന്നത് നമുക്ക് പദ്യത്തിലും എഴുതാൻ പറ്റും, ഗദ്യത്തിലും എഴുതാൻ പറ്റും. പക്ഷേ ഒരു പാട്ട് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരു പാട്ട് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കവിത പോലും ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ FBയിൽ തന്നെ ഞാൻ എഴുതുന്ന കവിതകൾ കണ്ട ഒരു ഡയറക്ടറാണ് എൻ്റെ അടുത്ത് ഒരു സിനിമ ഉണ്ട്, അതിനൊരു പാട്ട് എഴുതി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് കവിത എഴുതിയുള്ള പരിചയമല്ലേ ഉള്ളൂ, നമുക്ക് സിനിമ ആകുമ്പോഴത്തേക്ക് അതിന് പല്ലവി അനുപല്ലവി ഇങ്ങനെയുള്ള ഇതൊക്കെ വരണം, എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്തായാലും ഒന്ന് എഴുതി നോക്ക്. അങ്ങനെ പുള്ളിയുടെ നിർബന്ധപ്രകാരം ഞാൻ എന്നിട്ട് പാതി വഴി അത് ഉപേക്ഷിച്ചതാണ്. കാരണം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു രീതിയായി. അപ്പോഴത്തേക്ക് അവർ കഥ പറഞ്ഞ് തരികയാണ് ചെയ്തത്, സിനിമയുടെ കഥ പറഞ്ഞ് തരികയാണ് ചെയ്തത്. അപ്പോൾ അതിന് അനുസരിച്ച് അതിൻ്റെ സീൻ അനുസരിച്ച് വേണം നമ്മൾ എഴുതാനുള്ളത്. അവസാനം പുള്ളി പറഞ്ഞ് എന്തായാലും ഒന്ന് നോക്കുന്നു. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തു. എഴുതി അത് സംഗീത സംവിധായകന് അവർക്കത് ഇത് ചെയ്യാൻ പറ്റണമല്ലോ, അങ്ങനെ പുള്ളിക്ക് കൊടുത്തു. എന്തായാലും ഫസ്റ്റ് ഇതിൽ തന്നെ അതൊരിക്കലും തള്ളിപ്പോയില്ല. അവർക്ക് അത് ഓക്കെ ആയാണ്. പിന്നെ അതിൻ്റെ പിന്നെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു. അത് കാസർഗോഡുള്ളൊരു ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. സിനിമ ഷൂട്ടിംഗ് ഇതൊരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇവൾ നീലാംബരി എന്നാണ് സിനിമയുടെ പേര്. അപ്പം നീലാംബരി എന്ന ഇതിൽ തന്നെയാണ് ആ പാട്ട് മുന്നോട്ട് പോകുന്നത്. അതൊരു പ്രണയപ്പാട്ടും കൂടെയാണ്. കല്ലറ വെള്ളംകുടി അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് ഫസ്റ്റ് ഭക്തിഗാനം എഴുതി കൊടുക്കുന്നത്. അത് അവർ ഭാരവാഹികൾ എൻ്റെ ഗാനമേള ട്രൂപ്പിനെ ഏൽപ്പിക്കുകയും അവർ ആ സമയത്ത് അത് പാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമുക്ക് എഴുതുന്നതിനേക്കാൾ ഉപരി പാടി കേൾക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു നമുക്ക് ഒത്തിരി ഒരു സന്തോഷം തോന്നുന്നത് അതാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇപ്പം ഈ വർഷം അപ്പൂവൻപാറ ക്ഷേത്രത്തിൽ തണ്ണി അപ്പൂവൻപാറ ക്ഷേത്രത്തിലും പാട്ടെഴുതി കൊടുത്തു. ജോസ്കോയുടെ ഗാനമേള ട്രിവാൻഡ്രം ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അവരത് വേദിയിൽ വെച്ച് എനിക്കൊരു ആദരവൊക്കെ തരികയുണ്ടായി. പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലേക്കും പറ്റുന്ന സമയത്ത് ഇതുപോലെ എഴുതി വെച്ചിട്ട് അവരെ ഏൽപ്പിക്കാറുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഇപ്പം ഒരു 3-4 വർഷം കൊണ്ട് അങ്ങനെ അവരത് ചെയ്തു തരാറുണ്ട്. പൂഞ്ഞാർ നവതാര, കണ്ണൂർ ഗാനമേള ട്രൂപ്പ്, അങ്ങനെ ഒത്തിരി പേര് ഞാൻ എഴുതി കൊടുത്ത ഭക്തിഗാനം അവർ ട്യൂൺ ചെയ്ത് പാടാറുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ കല്ലറ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് +2. ഇപ്പം നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കാനോ അങ്ങനെയുള്ളൊരു സാമ്പത്തിക ചുറ്റുപാടിലല്ല ഞാൻ വളർന്നത്. അപ്പോഴത്തേക്ക് 10ാം ക്ലാസ് തൊട്ട് ഞാൻ മറ്റുള്ള വീടുകളിൽ പോയി ട്യൂഷൻ എടുത്താണ് ഞാൻ പഠിച്ചതും എൻ്റെ അനുജത്തിയെ പഠിപ്പിച്ചതും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ്. അച്ഛന് കൂലിപ്പണിയൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് സമയത്ത് ഞാൻ ഡിഗ്രിക്ക് കിളിമാനൂർ ആണ് പ്രൈവറ്റായിട്ടാണ് ചേർന്നത്.
അതേ ടൈമിൽ തന്നെ ഞാൻ TTC കൂടെ പഠിച്ചായിരുന്നു, കേരള ഹിന്ദി പ്രചാര സഭയുടെ തന്നെ ഭരതന്നൂർ. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നമുക്ക് സാറ്റർഡേ സൺഡേ ബാച്ചായിരുന്നു, അതിലാണ് ഞാൻ ചേർന്നത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡിഗ്രി ക്ലാസ്സിനും പോവും, അപ്പോഴും പോവും. അപ്പോൾ ഈ ഫീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പോലും എനിക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന്, കിളിമാനൂരുള്ള സ്ഥാപനത്തിൽ നിന്ന് തന്നെ ബാഗ് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ വളർന്നതും പഠിച്ചതും ഒക്കെ. പാതി വഴിക്ക് പഠിത്തം തന്നെ മതിയാക്കേണ്ട ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. +2 പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ നമുക്ക് സ്കൂളിലോട്ട് പോകാനുള്ള വണ്ടിക്കൂലി കാണും, പക്ഷേ തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി കാണത്തില്ല. അതുകൊണ്ട് മിത്രമല സ്കൂളിൽ നിന്ന് കല്ലറ വരെ നമ്മൾ നടന്നാണ്, 2-3 കൂട്ടുകാരും കൂടെ കാണും, ഞങ്ങളിപ്പോൾ നടന്നാണ് വരാറുള്ളത്. പഠിത്തമൊക്കെ കഴിഞ്ഞു, പാതി വഴിക്ക് പിന്നെ പഠിത്തം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജിൽ പാൻട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്പ സാമൂഹ്യ സേവനമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പാവപ്പെട്ടവരെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം പെട്ടെന്ന് അത് എന്താണെന്ന് ചെന്ന് തിരക്കി ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാമനപുരം വില്ലേജ് ഓഫീസിൽ കുറച്ച് നാൾ ഞാൻ അവിടെ ഒരു തണ്ടപ്പേര് പാർത്തുക എന്നുള്ള രീതിയിൽ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ലറ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു റിലേറ്റീവാണ്, അവരൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്ത് അത് ജോലി ശരിയായിരുന്നു, ട്രിവാൻഡ്രത്ത് അക്കൗണ്ടിങ് സെക്ഷനിൽ. അപ്പോഴത്തേക്ക് ഇവിടെ വരാൻ പറഞ്ഞ സ്റ്റാഫ് വന്നില്ലായിരുന്നു. അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഞാൻ പോയതാണ് കല്ലറ ഒരു കടയിൽ, അതൊരു ഫുട്വെയർ കടയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒരാഴ്ചയ്ക്ക് പോയാൽ ഞാൻ പിന്നെ അവിടെ സ്ഥിരമായി. അവിടെ നിന്ന സമയത്താണ് ഞാൻ കട തുടങ്ങിയത്. അപ്പോൾ കട തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ആ കടയിൽ നിന്ന് മതിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു 3-4 വർഷത്തിന് മുമ്പാണ് ഞാൻ ഓൺലൈൻ മീഡിയയിലോട്ട് ചെല്ലുന്നത്. എക്സ്പ്രസ് മലയാളി എന്ന് പറയുന്നൊരു ഓൺലൈൻ ന്യൂസിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത്. ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. വഴി ഇപ്പം നമ്മൾ ഒരു 9 മാസം കൊണ്ട് ഈ കട തുടങ്ങിയതിന് ശേഷം, ഇപ്പോഴത്തെ കട തുടങ്ങിയതിന് ശേഷം എനിക്കതിൽ, കാരണം ഓൺലൈൻ മീഡിയ വർക്ക് ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമുക്ക് എപ്പോഴും ഫുൾ ടൈം അതിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ കട നമുക്ക് ഇവിടെയാണെങ്കിൽ റൂറൽ ഏരിയയാണ്, നമുക്ക് സമയം കിട്ടും. പക്ഷേ അവിടെ അതുപോലെ കിട്ടാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് മതിയാക്കുകയാണ് ചെയ്തിട്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ന്യൂസ് തുടങ്ങി. ബ്രൂം എന്നാണ് അതിൻ്റെ പേര്. പേജുണ്ട്, അത്യാവശ്യം 30ഓളം ഗ്രൂപ്പുകളുണ്ട്. എനിക്ക് അത്യാവശ്യമുള്ള ന്യൂസുകളെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ആയിട്ട് തന്നെ തയ്യാറാക്കിയാണ് ഞാൻ ചെയ്യുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും സൗമ്യയെ തേടിയെത്തിയിട്ടുണ്ട്. സൗമ്യ രചിച്ച വീണുടഞ്ഞ മോഹം എന്ന ചെറുകഥയ്ക്ക് യുവകലാ സാഹിതിയുടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം 2022 ലഭിക്കുകയും ഒലി ബുക്സ് പുറത്തിറക്കിയ ഹൃദയരാഗം എന്ന കവിതാ സമാഹാരത്തിൽ സൗമ്യ രചിച്ച പ്രണയം എന്ന ചെറുകവിത ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം കേരള ബുക്സ് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരത്തിന് അർഹമായി. എൻ്റെ കവിതയ്ക്ക് ഇന്ന വിഷയമൊന്നുമില്ല, ഞാൻ എല്ലാ വിഷയങ്ങളും എഴുതാറുണ്ട്. ഇപ്പം മരണമായാലും പ്രണയമായാലും ദുഃഖമായാലും ബാല്യമായാലും എന്തും എല്ലാ വിഷയവും ഞാൻ കവിതകളിൽ കൊണ്ട് വരാറുണ്ട്. ഞാനിപ്പോൾ ഒരു കവിത ഇപ്പോൾ അല്ലെങ്കിൽ ബാല്യം എന്ന് പറഞ്ഞൊരു കവിത എഴുതണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പം ബാല്യം എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് അത് എത്തുമ്പോഴത്തേക്ക് ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു വിരഹം എന്നൊരു കവിതയിലായിരിക്കും എത്തിപ്പെടുന്നത്. ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഇന്നൊരു കവിത എഴുതണം അല്ലെങ്കിൽ ഇന്നൊരു കഥ എഴുതണമെന്നും പറഞ്ഞിരിക്കാറില്ല. ഇങ്ങനെ കടയിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു വരി ഇങ്ങനെ എത്തും, അതൊരു പേപ്പറിലോട്ട് കുറിച്ച് വയ്ക്കും. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് പിന്നെ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ എഴുതിയത് തന്നെ പാതി വഴിയിൽ എത്തിയത് തന്നെ ഒരുപാട് കവിതകളുണ്ട്, കിട്ടത്തില്ല നമുക്ക് ചില സമയത്തൊന്നും. ചിലപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം അടുത്തിടെയായിട്ട് മഞ്ചരി ബുക്സ് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. 300 വരി കവിത എഴുതണം, 300 വരിയോ അതിന് കൂടുതലോ സമയബന്ധിതമായിട്ട്. അപ്പോൾ എനിക്കത് എഴുതാൻ പറ്റാതായിപ്പോയി. അതായത് എനിക്ക് സുഖമില്ലാതായിപ്പോയ കാരണം എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം അവരൊരു 3-4 ദിവസം കൂടെ നീട്ടിയപ്പോഴത്തേക്കാണ് ഞാനത് എഴുതിയത്. അപ്പോൾ ആദ്യം ഞാനത് എഴുതിയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെ നോക്കാൻ നിവർത്തിയില്ലാതെ ഒരമ്മ കൊച്ചുങ്ങളെ അമ്മത്തൊട്ടിലിന് കൊടുക്കുന്നത് എന്നെ മുന്നിൽ കണ്ടൊരു സത്യം വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആ കവിത എഴുതുന്നത്. അത് എഴുതി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം 300 വരി എഴുതണം. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം, മറ്റേ പാലോട് സുമതിയെ കൊന്ന വളവെന്നും പറഞ്ഞ്, അങ്ങനെ പിന്നെ ഞാൻ അതാണ് എഴുതിയത്. ആ കവിത എഴുതി 300 വരി, ഒരു 400-450ഓളം വരിയോളം ഞാൻ എഴുതി അത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു.
ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. എനിക്ക് അച്ഛനും അമ്മ, ഒരു ചേട്ടൻ, അനുജത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അനുജത്തി ഇപ്പം മരിച്ചിട്ട് ഒരു 4 വർഷത്തോളമായി. അപ്പോൾ അനുജത്തിയുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു ഘട്ടത്തിലൂടെ പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്ത വാൽവ്, ഇങ്ങനെ ഹാർട്ട് കംപ്ലൈൻ്റാണ്, വാൽവ് പ്രശ്നമുള്ള ആളാണ്. അനുജത്തിയുടെ 2 കൊച്ചുങ്ങൾ പെൺകുട്ടികളാണ്. ഇപ്പോൾ ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. അവർക്ക് വീടൊന്നുമില്ല, നമുക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോഴൊക്കെയാണ് KST ഒരു വീട് വെച്ച് കുട്ടികളുടെ പേരിൽ വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ആകെ 15 സെൻറ്റ് പെരയിടം വരുന്നു. ആ 15 സെൻറ്റ് പെരയിടത്തിൽ 5 സെൻറ്റ് അനുജത്തിയുടെ കല്യാണത്തിന് തന്നെ വിറ്റായിരുന്നു. പിന്നെ 10 സെൻറ്റ് ഈ കുട്ടികളുടെ പേരിൽ തന്നെ എഴുതി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം മോന് 1 വയസ്സായപ്പോഴത്തേക്കാണ് മോന് മരിക്കുന്നത്. അകലം മണ്ണെണ്ണ കുടിച്ചതാണ്. പക്ഷേ ന്യൂമോണിയയുടെ ഒരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് എഫക്റ്റായി. അങ്ങനെ ശിശുദിനത്തിൻ്റെ അന്നാണ് കുട്ടി മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതും ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളൊരാ ഡിസംബർ, എന്നെ തനിച്ചാക്കി നീ പോകയാണോ? മഞ്ഞണിഞ്ഞൊരാ നിൻ പ്രഭാതങ്ങൾ പുഞ്ചിരി പൊഴിച്ചിടുമ്പോൾ കുളിരുള്ള കിനാക്കൾ വന്നെന്നെ മൂടിടുന്നു. മഞ്ഞുപൂത്ത താഴ്വാരത്തിൽ നിനക്കായി ഞാൻ കാത്തിരിക്കുമ്പോൾ പ്രിയമുള്ളൊരാ ഡിസംബർ, നിന്നെ പിരിയാൻ എനിക്കാകുകില്ല. സുന്ദരി നീ എൻ്റെ ഡിസംബർ, സങ്കടത്തിയിലെ പെരുമഴയായി എന്നെ നനച്ചിടുമ്പോൾ നഷ്ടവസന്തമാണെൻ ഡിസംബർ എന്നെന്നെ ആരോ ഓർമ്മപ്പെടുത്തിടുന്നു. പ്രേമാർദ്രമാം നിൻ കണ്ണുകൾ യാത്ര ചോദിച്ചിടുമ്പോൾ ഏകാന്തമാം എന്നോർമ്മ തൻ വീതിയിൽ ഇനിയെന്ന് കാണും നമ്മൾ. പ്രിയ ഡിസംബർ, നുള്ളി നോവിക്കാതെ നിന്നോർമ്മകൾ തുളസിക്കതിരായി നെഞ്ചോട് ചേർത്തിടുമ്പോൾ. പുസ്തകം ഇറക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇതൊരിക്കലും അതിന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേരെ പ്രസിദ്ധീകരണമായിട്ട് ഒരുപാട് പേരെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റൊക്കെ ചോദിക്കുന്നതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ബാക്കിലോട്ട് നിൽക്കുകയാണ്. അതൊരിക്കലും അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അതുപോലെ ഞാൻ ഒരു കാട്ടുപെണ്ണെന്നും പറഞ്ഞൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, കാട്ടുപെണ്ണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ഞാനൊരു ദിവസം അത് FBയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാടൻ പാട്ടിൻ്റെ താരദമ്പതികൾ സജി പാർവതി ശ്രീപാർവതി അവർ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു പിന്നെ നാടൻ പാട്ട് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതവരത് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ ആ പാട്ടൊന്ന് വീഡിയോ വിഷ്വലായത് ചെയ്ത് കാണണമെന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അല്ലാതെ വേറെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലും ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.